അപ്പൊ ഇന്നൊരു അടിപൊളി ആലു പൊറോട്ടയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോണത്. ഇത് കണ്ട ഇതെങ്ങനെയുണ്ട് നോക്കിയേ. ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പിയാണ്. ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ലെറ്റ്സ് ഗോ. ഞാനിവിടെ 2 കപ്പ് ആട്ടപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 3/4 കപ്പ് തിളച്ചവെള്ളവും കൂടെ ഒഴിച്ചിട്ടേ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. 10 തൊട്ട് 11 ആലു പൊറോട്ട വരെ ഉണ്ടാക്കാനുള്ള ക്വാണ്ടിറ്റി ആണ് ഇത്. ഇതിന്റെ മേളിലേക്ക് കുറച്ച് ഓയിൽ വെച്ചിട്ടേ നനഞ്ഞ പേപ്പർ ടവൽ വെച്ചിട്ട് മൂടിയിട്ട് 1 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴേ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് ക്യൂബ് ആക്കി ഇത് വേവിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും പകുതി സവാള ഡൈസ് ചെയ്തിട്ട് അതിന്റെ പകുതി ഉരുളക്കിഴങ്ങിലോട്ടും ബാക്കി പകുതി റൈത്ത ഉണ്ടാക്കാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വലിപ്പത്തിലുള്ള ഇഞ്ചി നല്ല കുനുകുനായിട്ട് ഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ എടുത്തിട്ടേ നമുക്ക് ഉരുളക്കിഴങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം. 5 അല്ലി വെളുത്തുള്ളി നൈഫ് കൊണ്ട് ഒന്ന് ചതച്ചിട്ട് വീണ്ടും കുനുകുനായിട്ട് ഡൈസ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. 5 പച്ചമുളക് വളരെ തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് പകുതി ചേർത്ത് കൊടുത്തിട്ട് ബാക്കി പകുതി റൈത്തയ്ക്ക് മാറ്റി വെക്കാം. ബാക്കിയുടെ നിന്ന് പറിച്ച ഒരു പിടി മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് ഡൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ടിട്ടേ നല്ലോണം കുഴച്ചിട്ട് ഉണ്ട പിടിക്കാം കേട്ടോ. എനിക്ക് ഏകദേശം 17 ചെറിയ ഉണ്ടകളാണ് കിട്ടിയത്. ഇനി നമ്മുടെ ഡോബോൾ എടുത്തിട്ട് 11 പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരെണ്ണം എടുത്ത് കൈ കൊണ്ടൊന്ന് പരത്തിയിട്ട് നമ്മുടെ ഫില്ലിംഗ് വെച്ച് പുറത്തുനിന്ന് പിഞ്ച് ചെയ്ത് അകത്തോട്ടാക്കിയിട്ട് നമ്മൾ ഡംപ്ലിംഗ് ഒക്കെ ഉണ്ടാക്കണ പോലെ ഇതേപോലെ സീൽ ചെയ്തിട്ട് ബാക്കിയുള്ള ഡോബോളുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. 2 കപ്പ് ആട്ടയ്ക്ക് എനിക്ക് കറക്റ്റ് 11 എണ്ണം കിട്ടിയത്. അതുകൊണ്ട് എന്റെ 6 ഫില്ലിംഗ് ബാക്കിയായി പോയി. സാരമില്ല, 1.25 കപ്പ് ആട്ടപ്പൊടി 1/2 കപ്പ് തിളച്ച വെള്ളം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് പരത്തണ സമയത്ത് 2 സൈഡും നല്ലോണം ആട്ടപ്പൊടി ഇട്ടിട്ട് ഒരുപാട് ബലം കൊടുത്ത് പ്രസ് ചെയ്യാണ്ട് നമുക്ക് നൈസായിട്ട് പരത്തിയെടുക്കാം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ഇത് നേരെ നല്ല ചൂട് തവയിലേക്ക് ഇട്ടിട്ട് ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഗീ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ചിട്ട് വീണ്ടും കുറച്ച് ഗീ ഇട്ട് ബ്രഷ് ചെയ്ത് ഏതാണ്ട് 30-40 സെക്കൻഡ് കഴിയുമ്പോൾ ഇതേപോലെ പൊള്ളച്ച് വരും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ആ സൈഡ് ഇതേപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കണമെങ്കിൽ ഈ ചപ്പാത്തിയൊക്കെ വെക്കണ പോലെ ഒരു കാസറോളിലോട്ട് ഇട്ടിട്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പൊ അതിന്റെ സ്റ്റീമിലിരുന്ന് കുക്ക് ആയിക്കോളൂ കേട്ടോ. ഞാൻ ഇതിന്റെ സൈഡായിട്ട് കഴിക്കാനായിട്ട് ഈ യോഗട്ടും ഉപ്പും മുളക് പൊടിയും നേരത്തെ സേവ് ചെയ്ത സവാള, ഇഞ്ചി, പച്ചമുളക്, മല്ലി, പുതിനയില, 1/2 ടീസ്പൂൺ ചാറ്റ് മസാലയും പകുതി നാരങ്ങയുടെ നീരും ഇട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അളവും കാര്യങ്ങളും ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത്രയുള്ള സംഭവം. ഇനി ഒരു പ്ലേറ്റിലേക്ക് 2 ആലു പൊറോട്ടയും ചെറിയൊരു കഷ്ണം സവാളയും നാരങ്ങയും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ റൈത്തയും കൂടെ ഇട്ടിട്ടുണ്ടല്ലോ. പിന്നെ ചെറിയ ക്യൂബ് ബട്ടറും കൂടെ അതിന്റെ നടുക്കോട്ട് വെക്കുമ്പോണ്ടല്ലോ ആ ചൂടത്തിരുന്നത് മെൽറ്റ് ആവും. എന്റേത് മെൽറ്റ് ആയില്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന ടൈമിനെ ചെറുതായിട്ടൊന്ന് ആറിപ്പോയി. എന്തായാലും ചെറിയ കഷ്ണ പൊറോട്ടയും ആ സവാളയും എടുത്ത് കുറച്ച് ആ റൈത്തയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ. കുറച്ച് ആ നാരങ്ങയും കൂടെ പിഴിഞ്ഞിട്ട് കഴിക്കണം. എന്റെ മോനെ ഒരു രക്ഷ ഉണ്ടായിട്ടോ. പഞ്ചാബി ദാബയിലൊക്കെ പോയൊരു ഫീൽ ആയിരുന്നു. അടിപൊളി കേട്ടോ. എന്റെ മോനെ അവിടെ വണ്ടി ഓടിക്കണതിന്റെ സൗണ്ട് ആണ് കേട്ടോ കേൾക്കണത്. ഇതിന്റെ കൂടെ സവാള കടിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഇവനാണ്ടാ വണ്ടി ഓടിച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാക്കണ ആള്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യണ സമയം നോക്കിയിട്ട് ഇവൻ വണ്ടി ഓടിക്കാൻ തുടങ്ങും. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പൊ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.